വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കാണിക്കുന്നത് വാട്സ് ഇൻ മൈ ബാഗ് ആണ്. എൻ്റെ റിയൽ ആയിട്ടുള്ള വാട്സ് ഇൻ മൈ ബാഗ് ആണ്. അതായത് ഞാൻ ഇന്നലെ കൊണ്ടുപോയ ബാഗ് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഫോൺ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫോണ് എന്തായാലും നമ്മൾ യൂസ് ചെയ്യാൻ എടുക്കുമല്ലോ. ബാക്കി എല്ലാ സാധനങ്ങളും അങ്ങനെ ഉണ്ട്. അപ്പോൾ ഫോൺ അതിനകത്ത് ഉണ്ടായിരുന്നു വിചാരിച്ചോളണം. അപ്പോൾ നമുക്ക് ബാഗ് നോക്കാം. ഞാൻ കൂടുതലും പുറത്തു കൊണ്ടുപോകുന്നത് ഈ ബാഗാണ്. ഈ ലാവിന്റെ ബാഗാണ്. ഒരു ടോട്ട് ബാഗാണ് ഇത്. ഈ ബാഗ് തന്നെ ഇച്ചിരി വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഒരുപാട് സാധനം കൊള്ളത്തില്ല, കുറെ സാധനം കൊള്ളും. ഞാൻ ചില ടൈമിൽ വേറെ ബാഗ് എടുക്കലുണ്ട്, അത് കുറച്ചുകൂടെ സാധനം കൊള്ളുന്നതാണ്. പക്ഷെ ഈ അടുത്ത കാലങ്ങളിലായിട്ട് കൂടുതലും കൊണ്ടുനടക്കുന്ന ഈ ബാഗാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് ഒരു 3000 റേഞ്ച് എന്തോ ആയിരുന്നു. ഞാൻ പക്ഷെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചപ്പോഴത്തേക്ക് 2000 താഴെയാണ് കിട്ടിയത്. അപ്പോ ഈ ബാഗ് തന്നെ കുറച്ചധികം വെയിറ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല. കാരണം ബാഗിന്റെ വെയിറ്റ് നോക്കണം, പിന്നെ സാധനങ്ങളുടെ വെയിറ്റ്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് ഇതിന്റെ ഈ സ്ട്രാപ്പ് ഇഷ്ടമായിട്ടില്ല. സ്ട്രാപ്പ് ഇടുന്ന ഇച്ചിരി ഇളകുന്നുണ്ട്. ബാക്കിയുണ്ടല്ലോ സൂപ്പറാണ്. കാരണം നമ്മുടെ ചില ബാഗ് വാങ്ങിക്കുമ്പോഴത്തേക്ക് മെറ്റലിന്റെ കളറൊക്കെ ഇങ്ങനെ ഇളകത്തില്ല. അങ്ങനെ ഇളകിയിട്ടൊന്നുമില്ല. കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റലൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അതേ വാങ്ങിച്ച കളറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലോട്ട് പോകാം. അപ്പൊ ഇതിനാണ് ഇരിക്കുന്നത്. എന്റെ പറഞ്ഞൊരു ഇവിടെ ഒരു കുഞ്ഞ് അറയുണ്ട്. അതിൻ്റെ അകത്തുള്ള സാധനം നമുക്ക് ആദ്യം നോക്കാം. ഈ അറ തുറക്കുമ്പോഴത്തേക്കും എന്തൊക്കെ കിട്ടുന്നത് നോക്കട്ടെ. ഒരിങ്ങനെ സ്പൈറൽ ഷേപ്പിലുള്ള ബണ്ണില്ലേ നമ്മൾ തലയിലിടുന്ന ഹെയർ ബാൻഡ്, ബണ്ണല്ല ഹെയർ ബാൻഡ്. അപ്പൊ ഈ ഹെയർ ബാൻഡ് ഇതിന്റെ ഒറിജിനൽ കളർ ഇതിന്റെ ഒറിജിനൽ കളർ ഇതല്ല. ഇത് കുറച്ചുകൂടെ വൈറ്റ് ആയിരുന്നു. അല്ല, പ്യുവർ വൈറ്റ് എന്ന് ഞാൻ പറയത്തില്ല, ഒരു ഓഫ് വൈറ്റ് ആയിരുന്നു. ഇപ്പൊ ഒരു ചെറിയൊരു അഴുക്കൊക്കെ പിടിച്ചിരിപ്പുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നില്ല, എപ്പോഴോ എടുത്തിട്ടാണ്. എന്നൊക്കെ ഇട്ടാണ്. ഒരു 6 ആഴ്ച, ഒരു വർഷത്തിന് മുമ്പ് ഇട്ട സാധനം കഴിക്കാമെന്ന് തോന്നുന്നു ബാഗിന്റെ അകത്ത്. പിന്നെ ഇതിനകത്ത് ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. ഇത് ഞാൻ എന്നോ ലിപ്സ്റ്റിക്ക് പുറത്തു പോകാൻ ഇട്ടു. ആ ഷെയ്ഡ് മാച്ച് ആകാൻ വേണ്ടിയിട്ട് റീ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴോ ഇട്ട ലിപ്സ്റ്റിക് ആണ്, മാറ്റിയിട്ടില്ല. ഫേസ് സ്കാനറുടെ ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് ബഫ് നോഡ് 05. കണ്ടോ, വരച്ച് കാണിച്ചില്ല. നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണിത്. പിന്നെ ഒരു ഹെയർ ബാൻഡ് ഉണ്ട്. അത് മിക്കവാറും എല്ലാ ഗേൾസിന്റെ ബാഗിലും കാണുന്ന സൂത്രമായിരിക്കും. പിന്നെ രണ്ട് മറ്റേ ടിക് ടാക് ക്ലിപ്പില്ലേ, ഈ ക്ലിപ്പ് ഉണ്ട്. ഇനി ആ വയ്ക്കാത്ത വേറെ ഒന്നുമില്ല. നമുക്ക് ഇനി ബാക്കി വേറെ നോക്കാം. ഇനി വരുന്നത് ഇങ്ങനെ വലിയ അറയാണ് കേട്ടോ. അപ്പൊ ചഴുക്കും കൂടിയൊക്കെ കാണും. പുറത്ത് കൊണ്ടുപോയി ഞാൻ വൃത്തിയാക്കിയിട്ടില്ല. അപ്പൊ ഇതിങ്ങനെ തുറക്കുന്ന സ്ലിപ്പാണ്. പിന്നെ അതിൻ്റെ അകത്ത് ഇങ്ങനെ വരും, കണ്ടോ. അതായത് രണ്ട് വലിയ അറ, പിന്നെ നടുക്കൊരു കുഞ്ഞു പാർട്ടീഷൻ വെച്ചിട്ട് ഒരു സിബ് വെച്ചിട്ട് കുഞ്ഞറയുണ്ട് കേട്ടോ. ഈ സിബുള്ള സാധനത്തിന്റെ അപ്പുറവും ഇപ്പുറവും അറയുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു സൈഡില് ഞാൻ ഒന്നും വെച്ചിട്ടില്ല. ഒരു സൈഡ് ഞാൻ എപ്പോഴും ഒഴിച്ചിട്ടിരിക്കും, വാങ്ങിക്കുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്. അതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു സൈഡ് ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് കൊണ്ടുപോയ സാധനങ്ങളുണ്ട്. ഒരു വാലറ്റ്, അടുത്ത വാലറ്റ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് 2 വാലറ്റ് എന്ന്. എവിടെന്നോ കേട്ടോ 2 വാലറ്റ് യൂസ് ചെയ്താല് പൈസ വരുമെന്ന്. പക്ഷെ പൈസ ഒന്നും വന്നില്ല. വരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു വലിയ ക്വാളിറ്റി ഇല്ലാത്തൊരു പേഴ്സാണ്. ഇതിന്റെ സിബൊക്കെ ഇടയ്ക്ക് ഇളകി വരല്ലോ, ഞാൻ വീണ്ടും ഫിറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഈ പേഴ്സ് നല്ല പേഴ്സാണ്. ഇത് 7 വർഷമായിട്ടെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടാവും തോന്നുന്നു. നല്ല ക്വാളിറ്റി പേഴ്സാണ്. ഇത്തിരി ചീത്തയായിട്ട് എനിക്ക് തോന്നിയത് ഈ സൈഡിൽ നിന്ന് അല്പം ഇങ്ങനെ പെയിന്റ് ഇളകിയിട്ടുണ്ട്. ബാക്കി ഇത് അടിപൊളി പേഴ്സാണ്. വാലറ്റ് ഞാൻ എസ്പെഷ്യലി എടുത്ത് കാണിക്കണല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് കൂടുതലും കാർഡ്സ്, ID, ആരുടെയെങ്കിലും ഒക്കെ വിസിറ്റിംഗ് കാർഡ്സ്, ഡോക്ടേഴ്സിന്റെ ഒക്കെ വിസിറ്റിംഗ് കാർഡ്സ് ഒക്കെ ഇല്ലേ, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ചീപ്പുണ്ട് ഇതിന്റെ അകത്ത്. അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ ഒന്നുമില്ല. പിന്നെ അതിപ്പോ 10 രൂപ, ഒരു പഴകിയ ഒരു 10 രൂപ ലിപ്സ്റ്റിക് ഉണ്ട് ഇതിന്റെ അകത്ത്. റെനയുടെ ഒരു ലിപ്സ്റ്റിക്ക്, മറ്റേ കുഞ്ഞു സാധനമില്ലേ, ഇതൊക്കെ എപ്പോഴും ഫ്രീ കിട്ടിയാന്ന് തോന്നുന്നു. ഒരു സാധനമുണ്ട്, ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് നല്ല ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷെയ്ഡ്. അപ്പൊ ഞാനിത് പൊതിഞ്ഞാണ് വെച്ചിരിക്കുന്നത് ടിഷ്യൂ പേപ്പറിന്റെ അകത്ത്. കാരണം ഇത് ലീക്ക് ആയിട്ടുണ്ട് ഒരു വട്ടം പഴസിന്റെ അകത്ത് കിടന്ന്. ഒരു കുഞ്ഞു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചേക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കോയിൻ ഉണ്ട്, കണ്ടോ. അതിനടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ബാഗിൻ്റെ അകത്ത് നോക്കിയാൽ പോലെ. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അത്യാവശ്യം വേണം യൂസ് ചെയ്യാൻ, ഫോട്ടോ അങ്ങനെയുള്ളത്. ഇതിൻ്റെ അകത്ത് പൈസക്കുള്ള പേഴ്സാണ്. പക്ഷെ ആകപ്പാട് വളരെ കുറച്ച് പൈസയാകും.
കുറച്ച് 20 രൂപ നോട്ട്, 2-3 20 രൂപ നോട്ട്, ഒരു 10 രൂപ നോട്ട്, കുറച്ച് കോയിന് കഴിക്കുള്ളൂ. ദരിദ്രവാസിയാണ് വന്നു. പിന്നെ ഉള്ളത് ഒരു അംബ്രല്ല. ഈ അംബ്രല്ല കുറെ വർഷമായിട്ട് നിലയിലുണ്ട്. അംബ്രല്ല എനിക്കത് ലാസ്റ്റ് ചെയ്യാറില്ലായിരുന്നു. കാരണം എനിക്ക് മനസ്സിലായി, നമ്മൾ തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും അംബ്രല്ല പെട്ടെന്ന് ചീത്തയാവും, തിരക്കില്ലാത്ത ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും അംബ്രല്ല പെട്ടെന്ന് ചീത്തയാകത്തില്ല. അപ്പൊ ഞാൻ ഇപ്പം തിരക്കില്ലാത്ത ബസ്സിലൊക്കെ കയറലുള്ളൂ, മീൻസ് സീറ്റാണെങ്കിൽ ബസ്സിൽ കയറലുള്ളൂ കുറച്ചധികം കാലമായിട്ട്. അതുകൊണ്ടായിരിക്കും അതിനുശേഷം എനിക്ക് അംബ്രല്ല നന്നായിട്ട് ലാസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ 6 മാസം ആകുമ്പോഴത്തേക്കും വടിയാവും. ഇതിപ്പം ഒരു 7 വർഷത്തിലേക്കായിട്ടിരിക്കണം തോന്നുന്നു പുള്ളിക്കൂട. ഇത് മാറിയിട്ട് ഇത് ചീത്തയായിട്ട് എനിക്ക് ഫ്രില്ലുള്ളത് വാങ്ങിക്കായിരിക്കുമായിരുന്നു, പക്ഷെ ഇവരും ചീത്തയായില്ല. പിന്നെ വാട്ടർ ബോട്ടിൽ ഒരു ബ്ലാക്ക് സ്റ്റീലിന്റെ ആണ്. ഞാൻ ഫ്ലാസ്ക് ആണ് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫ്ലാസ്കിൽ ചൂട് വയ്ക്കുന്നില്ല. അപ്പൊ വേറെ ഞാൻ വാങ്ങിക്കാൻ പഠിച്ചിട്ട് വാങ്ങിക്കുന്നത് എക്സ്പെൻസീവ് ആയതുകൊണ്ടും ഞാൻ ചെറിയ ഈ ബോട്ടിലോട്ട് മാറി. കാരണം പണ്ട് സ്റ്റീലിന്റെ ബോട്ടിൽസ് അത് അവൈലബിൾ അല്ലായിരുന്നു, ഇപ്പൊ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ ഫ്ലാസ്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുനടക്കുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പോ മനസ്സിലായില്ലേ, ഇങ്ങനൊരു സാധനമുണ്ട്. അതിന്റെ അപ്പുറവും ഇപ്പുറവും അറയുണ്ട്. അപ്പൊ ഇതിലുള്ള സാധനമാണ് കാണിച്ചത്, ഇതിനകത്ത് ഓൾറെഡി സാധനങ്ങളില്ലായിരുന്നു. പിന്നെ ഈ കുഞ്ഞറ, നടുക്കത്തെ കുഞ്ഞറ, അതില് ഇന്നലെ വാങ്ങിച്ച കമ്മൽ കിടക്കുന്നുണ്ട്. 2 പേരെ കമ്മൽ കണ്ടോ. ഫോക്കസ് ചെയ്യുന്നതാണ് ഒരു നിഗമനം, എനിക്ക് നേരെ കാണാൻ വയ്യ. ഓക്കെ, അപ്പൊ ഇതെനിക്ക് കിട്ടിയത് 40 രൂപയ്ക്കാണ്. 2 40 രൂപയാണ്. ഇത് ഞാൻ കുറെ നാളായിട്ട് വാങ്ങിക്കണം വിചാരിച്ചത്. ഇൻസ്പയർഡ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കണം വിചാരിച്ചിട്ട് ഞാൻ ഇൻസ്പയർഡ് ലുക്ക് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. എങ്കിൽ എനിക്ക് ഇയറിങ്സ് വേണമെന്നുണ്ടായിരുന്നു. ഇത് മൈ പീരീഡ് ഒരു ഡിസൈൻ ആയതുകൊണ്ട് വാങ്ങിച്ചതാണ്. എനിക്ക് അത്ര ഭയങ്കര ഇഷ്ടമായില്ല. മൈ പീരീഡിന്റെ ഡിസൈനിന് വേണ്ടി മാത്രമായിട്ട് വാങ്ങിച്ചതാണ്. ഇവിടെ സ്റ്റിച്ച് ഷോപ്സിനാണ് കേട്ടോ. അവിടെ നിന്ന് 40 രൂപയ്ക്ക് കമ്പനി ഇട്ടത്തുള്ളൂ, വേറെ അങ്ങനെ കിട്ടത്തില്ല. പിന്നെ ഇവിടെ ഒരു കുഞ്ഞറയുണ്ട് അകത്ത്, അതിനകത്തൊരു ലിപ്സ്റ്റിക്ക്. ഇതും വർഷങ്ങൾക്ക് മുമ്പിട്ട്, 1 വർഷത്തിന് മുമ്പിട്ടതായിരിക്കും ലിപ്സ്റ്റിക്ക്. എനിക്ക് അങ്ങനെ യൂസ് ചെയ്തേ ഇപ്പോഴ്. ടച്ച് ഓഫ് സ്പൈസ്, മെബിലിൻ ക്രീമി മാറ്റിന് ടച്ച് ഓഫ് സ്പൈസ് 660. ഞാനിത് വർഷങ്ങളാണ് യൂസ് ചെയ്തിട്ടെന്ന് തോന്നുന്നു. എക്സ്പയറി കഴിയുന്ന അത്രയ്ക്ക് ഞാൻ യൂസ് ചെയ്തില്ല, പക്ഷെ കാണാൻ കുഴപ്പമില്ല. എന്നാലും ഇനി ഇത് ഞാൻ യൂസ് ചെയ്യാൻ തോന്നില്ല, കാരണം എനിക്കിത് യൂസ് ചെയ്ത് മടുത്തൊരു ഷെയ്ഡാണ്. പിന്നെ ഒരു പോക്കറ്റ് പെർഫ്യൂം എൻഗേജിന്റെ. കുഴപ്പമില്ല, എനിക്ക് സ്മെൽ ഇഷ്ടമായി. ഞാൻ വിചാരിച്ചു, അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇത് വാങ്ങിച്ച സമയത്ത് എനിക്ക് അക്വ ഈ റേഞ്ച് എനിക്ക് ഇഷ്ടമാണെന്ന് വിചാരിച്ചില്ല. ആദ്യം ഞാൻ ട്രൈ ചെയ്തപ്പോൾ തന്നെ സ്മെൽ ഇഷ്ടമായി. എനിക്കുണ്ടല്ലോ ഒരു പെർമനന്റ് സ്മെല്ല് യൂസ് ചെയ്യാൻ അധികം ഇഷ്ടമല്ല, എനിക്ക് മടുക്കും പെട്ടെന്ന്. എനിക്ക് പെർഫ്യൂമിന് ഇപ്പോഴും എന്നും എനിക്ക് ഇഷ്ടമുള്ളൊരു ഒറ്റ സ്മെല്ലേ ഉള്ളൂ, മറ്റേ ആക്സിന്റെ പെർഫ്യൂം ഇല്ല. ആ സ്മെല്ല് എനിക്ക് എത്രയോ വർഷങ്ങളായിട്ട് ഇഷ്ടമാണ്, ഇതൊരാ ഇഷ്ടം വന്നിട്ടില്ല. ബാക്കി എല്ലാ പെർഫ്യൂമിന്റെയും എനിക്ക് സ്മെല്ല് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു മടുപ്പ് വരും. പിന്നെ ഇവിടെ 2 കുഞ്ഞു പോക്കറ്റ്സ് പോലെ ഉണ്ട്. അപ്പൊ ഈ ഒരു പോക്കറ്റിൽ ഞാൻ എപ്പോഴും ഫോൺ വയ്ക്കില്ല കേട്ടോ, ഈ സൂത്രത്തില്. അതിന്റെ ഇപ്പുറത്ത് ടിഷ്യൂ പേപ്പറാണ് ഇരിക്കുന്നത്. ഇത് കുഞ്ഞു ടിഷ്യൂല് പോക്കറ്റ് ടിഷ്യൂ, ഈ ടിഷ്യൂ ആണ് ഇരിക്കുന്നത്. ഇത് കുറച്ച് ഞാൻ യൂസ് ചെയ്ത് ബാക്കിയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ എന്റെ ബാഗിന്റെ അകത്ത്. ഇതാണ് എന്റെ റിയൽ ആയിട്ടുള്ള വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു ബാഗ്. പിന്നെ ഫോൺ ഉണ്ടാവും, അത് ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ആ ബാഗ് കളക്ഷന്റെ വീഡിയോ ചെയ്യണമെന്ന് കമന്റ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്യാം. എൻ്റെ ഒരു ബാഗ് ഇച്ചിരി അടിക്കണം, വൃത്തിയാക്കിയിട്ട് ചെയ്യാൻ കേട്ടോ. അതൊരു വെള്ളയും പിങ്കും ഉള്ള ബാഗാണ്, പെട്ടെന്ന് അഴിക്കാവും. കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അഴിക്കാം. അപ്പോൾ ഇപ്പം നല്ല വെയിലുള്ള ടൈമായിട്ട് എന്തായാലും ഇടയ്ക്ക് ക്ലീൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം കാണിച്ചത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്നത് പൊടി അടിച്ചിട്ട്. അപ്പോൾ പൊടി അടിക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവില്ല. നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് വരുമ്പോഴത്തേക്ക് എവിടെ നിൽക്കുകയോ അഴുക്കാകുന്നു, ബസ്സിലൊന്നും തട്ടിയിട്ടോ അങ്ങനെയൊക്കെ. ഞാനായിട്ടല്ല അഴുക്കാക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതിനെപ്പറ്റി വേറൊന്നും പറയാനില്ല. ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആകാമെന്നില്ല. ഇഷ്ടമാണ്, ബി ഹാപ്പി, ബൈ.